ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നരച്ച മുടി ഫുള്ളായിട്ട് കറുപ്പാവാനും അകാലനര മാറിക്കിട്ടാനും മുടി കൊഴിച്ചിലും താരനൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ്. ഒറ്റ തവണ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ 1 ടീസ്പൂൺ ചായപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ ഏതാണ്ട് ഒരു 1/2 ടീസ്പൂണോളം റോസ്മേരി എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റോസ്മേരി ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. റോസ്മേരിയുടെ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റോസ്മേരി വാട്ടർ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. റോസ്മേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന ഒന്നാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നുള്ള് കരിഞ്ചീരകമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നുള്ള് കരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ചീരകം നമ്മുടെ മുടിയിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു റോസ്മേരിയും ചായപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ സത്തുക്കൾ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി കഴിയുന്നത് വരെ ഇത് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ ഏതാണ്ട് ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറുകിയിട്ട് ഏതാണ്ട് ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത്. ഇതിന് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മളിത് അരിച്ച് മാറ്റിയിട്ട് നമ്മളിത് മുടിയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുടിയിലിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷോ വെച്ചിട്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നരച്ച മുടിയിലും അല്ലാത്ത ഭാഗത്തും ഒക്കെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നരയില്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നരയില്ലാത്തവർക്ക് യൂസ് ചെയ്താലും മുടി കൊഴിച്ചിലും താരനൊക്കെ മാറി കിട്ടും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഞാനിപ്പോൾ അരിച്ച് മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു റോസ്മേരിയുടെ ഇലകൾ മാത്രം ഇതിലേക്കാക്കിയിട്ട് അരിച്ചെടുക്കുകയാണ്. കാരണം ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് 2-3 ദിവസം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് കുറച്ച് ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ അടുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം, മുടിയിലിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു 1-2 തവണയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെ ചെയ്താലും നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഇത് ആഴ്ചയിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഇത് നിങ്ങൾ മുടിയിലിട്ട് കൊടുത്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് മുടിയിലിട്ട് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മുടിയിൽ വെച്ചാൽ മതി. അപ്പോൾ അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നരച്ച മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ മുടി വാഷ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് മുടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പം നരയൊന്നും ഇല്ലാത്ത മുടിയാണ്, മുടി കൊഴിച്ചിലും താരനൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യാം. അതുപോലെ ഇതിടുന്നതിന് മുൻപായിട്ട് എണ്ണ ഇട്ട് കൊടുക്കുക മുടിയിൽ. അതിനുശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യാം. അപ്പം നരച്ച മുടി ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.